എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു ഡൗൺ ഓപ്പണിംഗ് ആണ് അതിൻ്റെ അനുസരിച്ച് വന്നത്. ആ സമയത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വീണ്ടും ഡൗണിലോട്ട് പോകും. പക്ഷേങ്കിൽ ഓപ്പറേറ്റർ എന്ത് ചെയ്തു, നിഫ്റ്റി തിരിച്ച് പ്ലസ്സിലോട്ട് കൊണ്ടുവന്നു. ലാസ്റ്റിൽ അതൊരു ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ആയത്. അധികം വീക്ക്നെസ് കാണിക്കാതെ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഇച്ചിരി സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് CPR വെച്ചുള്ള ലെവലുകളൊന്നും വരുന്നില്ല. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് കണ്ടാലറിയാം S2 സപ്പോർട്ട് 2 എന്ന സപ്പോർട്ട് എടുത്തത് കയറുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ നല്ല രീതിയിൽ കയറി അതിനുശേഷം ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് കാണിച്ചു. പക്ഷേ അപ്പിൽ തന്നെ ഏകദേശം അപ്പിൽ തന്നെയാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമുക്ക് ഡൗൺ ഓപ്പണിംഗ് വന്നു. ഡൗൺ ഓപ്പണിംഗ് S1 എന്ന് കയറി നമുക്ക് CPRൻ്റെ അപ്പർ ലെവൽ വന്നു. വീണ്ടും സെല്ലിങ് വന്നു. ലാസ്റ്റിൽ ഹൈയിൽ തന്നെ അതും ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രെങ്ത് അല്ല. ഇന്നത്തെ ആ ഒരു ഡൗൺ ട്രെൻഡ് ആൾക്കാർ പ്രതീക്ഷിച്ചെടുത്ത ആൾക്കാരെ പറ്റിച്ചുള്ള മൂവ്മെൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഇനിയും വരുന്ന കാര്യങ്ങളനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഇത്. എന്തായാലും ഒരു നെഗറ്റീവ് ഒരു ചാൻസ് കിട്ടിയ മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ പോകും മാർക്കറ്റ്. അപ്പോൾ അത് ഇപ്പോഴത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷെയർസിനകത്ത് ട്രേഡ് എടുക്കാനും ഇൻഡെക്സിനകത്തൊക്കെ ട്രേഡ് എടുക്കാനും. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന ഷെയറുകളെല്ലാം. ഇതിനകത്ത് നമുക്ക് ഡൗൺ ഓപ്പണിംഗ് വന്നപ്പം ഓൾമോസ്റ്റ് എല്ലാ ഷെയറും ഡൗൺ ആണ് ഓപ്പണിംഗ് വന്നത്. അതിനുശേഷം കുറച്ച് കയറി ഒരു 2-3 ഷെയർ ലെവലുകൾ വന്നിട്ട് നമുക്ക് ചാൻസ് വന്നു. അതിനകത്ത് ഫസ്റ്റ് ഷെയർ കൊറമാൻഡിലെ മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് വന്നപ്പോൾ ഇതെന്ത് ചെയ്തു, പ്രീവിയസ് CPRൻ്റെ താഴെ ഓപ്പണായി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കിവിടെ എൻട്രി എടുത്താൽ നോക്കി 2300 എന്നത് 2245 55 രൂപ താഴെ പോയി. അതിനുശേഷം വീണ്ടും തിരിച്ച് മുകളിൽ കയറി ഇവിടെ നോക്കിയാലറിയാം വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തല്ല ഈ ഒരു നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ചാൻസ് നോക്കിയേ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. നമ്മൾ R1ന് താഴെ ഇറങ്ങി നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ 2314 നമുക്ക് 2293 10-25 രൂപയ്ക്ക് അടുത്ത് ഇവിടെ കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഹൈയുടെ അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്നതെന്ന് നോക്കണം. ഇവിടെ അടുത്ത ലെവലിൽ പോയില്ല. അടുത്ത ലെവലിന് അടുത്ത് പോയിട്ട് വീണ്ടും ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ നോർമൽ നമ്മൾ കട്ട് ചെയ്യുമ്പം നമുക്ക് പിന്നെ നല്ല രീതിയിൽ താഴെ പോകാനാണ് ചാൻസ് എന്നുള്ള രീതിയാണ് നമുക്ക് വരുന്നത് നമ്മുടേതായിട്ടുള്ള രീതി നോക്കുമ്പോൾ. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ 2310 കട്ട് ചെയ്തിട്ടത് 2296 14 രൂപ വരെ കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ പിന്നീട് അത് സൈഡ് വേസ് മൂവ്മെൻറ്റ് കാണിച്ചു. പക്ഷെങ്കിൽ ഹൈ അടിച്ചില്ല. ലാസ്റ്റിൽ ഏകദേശം 2314 റേഞ്ചിൽ തന്നെ അത് ക്ലോസ് ആവുകയും ചെയ്തു. പക്ഷെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ഇറങ്ങേണ്ടതായിരുന്നു. എന്നാലും നമുക്ക് മോശമല്ലാത്തൊരു പ്രോഫിറ്റ് 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് 2 പ്രാവശ്യം ഇതിനകത്ത് 3 പ്രാവശ്യം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അനുരസ് എന്ന് പറയുന്ന ഷെയർ നോക്കി അറിയാം. ഫസ്റ്റ് ക്യാൻഡിൽ നോക്കി അറിയാം. ഫസ്റ്റ് ക്യാൻഡിൽ ഡൗൺ ഓപ്പണിംഗ് ആണ്. ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പോയി പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചു, പെട്ടെന്ന് ഇറങ്ങി. നമുക്കതിപ്പം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, പെട്ടെന്ന് കയറുന്നുണ്ട്. നിമിഷം കൊണ്ടാണ് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇവിടെ നമ്മൾ 892 വരെ എൻട്രി എടുത്താൽ നമുക്ക് 875 വരെ ഒരു 16-17 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം CPR കണ്ടിന്യൂ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സപ്പോർട്ട് എടുത്തു, അതിനുശേഷം വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. പിന്നെ ഇറക്കാമേ ഇല്ല. വൺ സൈഡ് മൂവ്മെൻറ്റ് പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 അടിച്ചിട്ട് ഇവിടുന്ന് കുറച്ചിറങ്ങി തരുന്നു. ഇവിടുന്ന് 904 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 4 രൂപയുടെ അത് വലിയൊരു ഇതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് പിന്നെ നമുക്ക് ചാൻസ് വന്ന പോളിമെഡിനകത്ത്
പോളിമിഡും കണ്ടില്ലേ, പോളിമിഡ് ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ CPR ലെവലിൽ നിന്ന് തിരിച്ച് കയറുവാണെങ്കിൽ നമ്മൾ ബൈ എടുക്കാന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് കയറിപ്പോയതിനു ശേഷം നമുക്ക് ഇതുണ്ട് ഇവിടെ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. 2779 എടുത്താൽ നമുക്ക് 2759 20 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കയറി മുകളിൽ കയറി സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും പോയി പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിച്ച് കഴിയുമ്പം ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കാം. പുതിയ ഹൈ അടിച്ചു. അതിനുശേഷം വീണ്ടും വന്ന് ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിവിടെ വീണ്ടും നമ്മൾ 2880 റേഞ്ചിൽ ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് വൺ സൈഡ് മൂവ്മെന്റ് ആണ് കിട്ടുന്നത്. 2880 2764 ഏകദേശം 80 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ പോയി ഹൈ അടിച്ചിട്ടില്ല, ലാസ്റ്റ് പിന്നെ തിരിച്ച് കയറി വന്നു. അപ്പോൾ ഈ ഒരു നല്ലൊരു എൻട്രി ഇവിടെ നല്ല രീതിയിൽ കിട്ടും. പക്ഷെ നമ്മളിത് നോക്കിയിരിക്കണം, നമ്മളെ കറക്റ്റ് എൻട്രി എടുക്കാവൂ. നമ്മൾ അതുപോലെ ഇപ്പം ഇതിവിടെ ഇങ്ങനെ കയറി വന്നു, ഈ ഹൈ അടിച്ചു, അതിനുശേഷം ഇവിടെയാണ് ലെവൽ കട്ട് ചെയ്യുന്നത്, R1 കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുത്താൽ ഈ ഹൈയുടെ മുകളിലേ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊണ്ട് ഇടരുത്. അതിപ്പം ഇപ്പോൾ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ നമ്മൾ നോർമൽ എൻട്രി എടുക്കുമ്പം നല്ല ലോസ് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ക്വാണ്ടിറ്റി കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു ഷെയർ, ഈ CCL എന്ന് പറയുന്ന ഷെയറിനകത്ത് വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു. ഡൗൺ ഓപ്പണിംഗ് വന്നു. ഒരു മിനിറ്റ്, ഡൗൺ ഓപ്പണിംഗ് ഇന്നലെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഡൗൺ ഓപ്പണിംഗ് വന്നു. ഇത് നമുക്കിത് റിസൾട്ട് നല്ല ഷെയർ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മൂവ്മെന്റ് ഷെയർ സ്ട്രെങ്ത് കാണിക്കും. മാർക്കറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറി പറഞ്ഞു. അത് ഇന്നും അതുപോലെ നല്ല രീതിയിൽ വന്ന് കയറി. ഇത് ലാസ്റ്റ് മൂവ്മെന്റിൽ കിട്ടുന്ന ഒരു മൂവ്മെന്റാണ്. പക്ഷേ ഇത് നമുക്ക് മുതലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇതിനകത്ത് വേറെ രീതി നമ്മൾ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് ഇപ്പം നോക്കുക. ഇപ്പം ഞാൻ കാണിക്കാം. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പല സമയത്തും നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. പ്രൊഡിക്റ്റീവ് ചാനലിൽ തന്നെ ഇവിടുന്ന് ചാൻസ് തന്നിട്ടുണ്ട്, ചെറിയ ചാൻസ്. അതിനുശേഷം ഇവിടുന്ന് ചാൻസ് താഴോട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഇവിടുന്ന് ചാൻസ് വന്നിട്ടുണ്ട്. ഇത് പ്രൊഡിക്റ്റീവ് ചാനൽ നോക്കി ചെയ്യുന്നവർക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്തുണ്ട്, എൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടാൽ കുറച്ച് മനസ്സിലാവും. ഇപ്പം നമുക്ക് CPRന്റെ ലെവലിൽ ഒരു ഇത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഡെയിലി ഞാനിപ്പോൾ ഇടയ്ക്ക് എൻ്റെ പ്രോഫിറ്റ് കാണിക്കണം, പക്ഷെ അത് കാണിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ കാണിക്കരുതെന്നാണ്. എന്നാലും ഇന്നത്തോടെ കാണിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ പ്രോഫിറ്റ് കാണിക്കുന്നില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ 2 ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ 20 ഷെയർ എടുത്തു. 20 ഷെയറിൽ പല പ്രാവശ്യം, ഒരു ഷെയർ തന്നെ പല പ്രാവശ്യം എൻട്രി എടുത്തിട്ടുണ്ട്. അതിൽ 2-4 ഷെയറിനകത്ത് ലോസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ പ്രോഫിറ്റ് കാണിക്കുന്നതിനകത്തും ചിലപ്പോൾ ലോസിൽ നിന്ന് കവർ ചെയ്ത് വന്നതൊക്കെ ഉണ്ട്. എല്ലാം കൂടെ 6000 rupees പ്രോഫിറ്റ് ഉണ്ട്. ഇതിപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അത് കാണിക്കേണ്ട P&L കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ സ്ട്രാറ്റജി പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയർ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നോക്കാം. നാളത്തേന് നമ്മൾ ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ട്. 14 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 14 ഷെയറിനകത്ത് നമ്മൾ ഈ CCL പ്രത്യേകം നോട്ട് ചെയ്തണം. അത് 2 ദിവസമായിട്ട് ഏകദേശം 35-40% കയറിയിട്ടുണ്ട്. അപ്പം ഈ ഷെയറിനകത്തൊരു, എനിക്ക് തോന്നുന്നത് ഈ ഷെയർ നാളെ ഈ ഹൈ അടിച്ചാൽ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഇറങ്ങിത്തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, മൂവ്മെന്റ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ ICIL, ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് പല ഷെയറുകളും ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ഷെയറുകളാണ്. അതെല്ലാം ഇന്ന് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയറുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഈ SP അപ്പാരൽസ് എന്ന് പറഞ്ഞ ഈ ഷെയർ, ഇതിൻ്റെ ഇത് തെറ്റാണ് കാണിക്കുന്നത്. SPL ഹൈ ലോ ക്ലോസ്. ഒരു മിനിറ്റ്, ക്ലോസ് 843.75 ആണ്. അപ്പോൾ
ഇതിനകത്ത് ചിലപ്പോൾ 843.75 ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഈ ഹൈയോ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് തരാം. ചിലപ്പോൾ 900 ഒക്കെ പോയിട്ട് 890 ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചാൻസ് എടുക്കാൻ വരുവാണെങ്കിൽ നോക്കി ചെയ്യുക. ഇപ്പോൾ പേടിഎമ്മിൻ്റെ റിസൾട്ട് മോശമായിരുന്നു, പക്ഷേങ്കിൽ അതിന്ന് മുകളിലോട്ട് കയറി പോവുക ചെയ്തു. അപ്പോൾ നാളെ ചിലപ്പോൾ ഇതിനകത്ത് നല്ലൊരു സെല്ലിംഗ് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ലെവൽ നോക്കും. ഇപ്പോൾ 900 പോയിട്ട് 892 താഴോട്ടൊന്നും നമുക്ക് എൻട്രി എടുക്കാം. അതല്ല 907 പോയി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇതിനകത്ത് KPR മില്ല്, എൻഡ്യൂറൻസ് ടെക്നോളജി തന്ന ഈ ഷെയർ ഈ R1 ലെവല് ശ്രദ്ധിക്കുക. R1 ലെവലിൽ നിന്നൊക്കെ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടിയ ഗോക്കെക്സിന്റെ ഈ CPR ലെവൽ കണ്ടില്ലേ, എല്ലാം അടുത്തടുത്താണ്, ക്ലോസിങ്ങും അടുത്തടുത്താണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ആവറേജിന് മുകളിൽ പോയി ട്രേഡായിട്ട് ആവറേജിന് താഴെ നിൽക്കുവാണെങ്കിൽ ഇത് വീക്ക് ആകാനാണ് ചാൻസ് കൂടുതൽ. നോക്കുക, ഈ 2000 ട്രക്സ് ഇതും ഈ R1 R2 റേഞ്ചുകളൊക്കെ ചിലപ്പോൾ ഹെവി മൂവ്മെന്റ് കിട്ടി വീണ്ടും വരാം. വന്നാൽ നല്ല ചാൻസ് കിട്ടുന്നിടത്ത് എൻട്രി എടുക്കുക. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം CCLനകത്താണ് എല്ലാവരും ലോസ് എടുത്തത്. ഞാൻ നോക്കട്ടെ, എൻ്റെ അതിനകത്ത് CCLനകത്ത് ഞാൻ ലോസ് എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. CCLനകത്ത് ഫുള്ള് നോക്കുമ്പം 1080 രൂപ പ്രോഫിറ്റാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് ഇത് കണ്ടില്ലേ, ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ലോസ് വന്നത് കവർ ചെയ്തെടുത്തതാണ്. അതിനകത്ത് CCLന് മാത്രമായിട്ടുള്ള നോക്കാമെങ്കിൽ നമുക്കറിയാൻ പറ്റും. CCL F8 ഇതിനകത്ത് ഞാൻ ട്രേഡ് എടുത്ത ഏരിയകളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയല്ല, 702.80 ഞാൻ 100 ഷെയർ സെല്ല് ചെയ്തു. 702 കുറേ നേരമായിട്ട് ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ 50 കട്ട് ചെയ്തു. പക്ഷേ 50 സ്റ്റോപ്പ് ലോസ് പോയി. അതിനുശേഷം 707.80 അടിച്ചു. മൂവ്മെന്റ് ഹൈയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനത് 707 തന്നെ കട്ട് ചെയ്തു. ബെനിഫിറ്റ് കിട്ടിയില്ല. പിന്നെ 706.70 25, 705.90 75 അങ്ങനെ കൊടുത്തു. അത് രണ്ടും കൂടെ അതിനകത്ത് ബെനിഫിറ്റ് ഇല്ല. നോക്കി ജസ്റ്റ് ബ്രോക്കറേജ് കിട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം 717 100 കൊടുത്തു. 720 40 25 125 കൊടുത്തു. അത് ജസ്റ്റ് 19 ഒരു 25 ഷെയർ കട്ട് ചെയ്തു. പക്ഷേ 100 ഷെയർ 717 എടുത്തത് 725.70 സ്റ്റോപ്പ് ലോസ് പോയി. അപ്പോൾ ഇവിടം വരെ എനിക്ക് ലോസ് ആണ്. അതിന് ശേഷമാണ് ഞാൻ കവർ ചെയ്യുന്നത്. 730 200 കൊടുത്തു. 729.90 ഞാൻ 300 കൂടെ കൊടുത്തു. 300 കൊടുത്തു. അത് ഈ പല പല ക്വാണ്ടിറ്റി പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അത് 500 ഷെയർ അത് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ 2 രൂപയ്ക്ക് കവർ ചെയ്തു. അതിനുശേഷം 727 40 50 കൊടുത്തു. ചെറിയ പ്രോഫിറ്റ് എടുക്കുവാണ്, സ്കാൽപ്പിംഗ് പോലെ. പിന്നെ 731 എടുത്ത് 33 സ്റ്റോപ്പ് ലോസ് പോയി. പിന്നെ 38 100 40 100 അത് 38 100 കവർ ചെയ്തു. വീണ്ടും 740 വന്നപ്പോൾ ഞാൻ വീണ്ടും 100 കൊടുത്തു. അത് 737 35 കവർ ചെയ്തു. 31 50 ഷെയർ 31 കവർ ചെയ്തു. അങ്ങനെയാണ് അത് പ്രോഫിറ്റ് കൊണ്ടുവരുന്നത്. അതാ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ മറ്റു പ്രോഫിറ്റും ഇതിനകത്ത് എല്ലാം കൂടെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് അങ്ങനെ ലോസ് വന്നിട്ട് പ്രോഫിറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മൾ പെട്ടുപോകും. ആ പെട്ടുപോകുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിന്നേ പോകാവൂ, ലോസ് വരാവും. അല്ലാതെ ഹെവി ലോസ് കൊണ്ട് കൊടുക്കരുത്. അവിടെയാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഒരു വിജയം ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 6000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ട്രേഡിങ് കൂടുതലുണ്ട്. 28 ലക്ഷം വൺ സൈഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് 2600 രൂപയ്ക്ക് അടുത്ത് ബ്രോക്കറേജ്. എന്നാലും എനിക്കൊരു 3500 രൂപ പ്രോഫിറ്റ് ഉണ്ട്. നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. ചില സമയത്ത് എനിക്ക് ലോസ് വരുമ്പോൾ എൻ്റെ ഇത് കൂടുതലായിരിക്കും, നമ്മുടെ ടേൺ ഓവർ കൂടുതലായിരിക്കും. ടേൺ ഓവർ കൂടുമ്പം നമുക്ക് ബ്രോക്കറേജും കൂടുതലാവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രേഡിങ്ങും. അപ്പോൾ നമ്മൾ നാളത്തേനുള്ള ഷെയറുകൾ ഞാൻ കാണിച്ചു തന്നു. നാളത്തേനുള്ള ഷെയർ ഇത്രയും
എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത്രയും ഷെയർ നമ്മളെടുത്താൽ ഇതിനകത്ത് പല ഒരു 4-5 ഷെയറൊക്കെ നമുക്ക് ചാൻസ് കിട്ടുന്നില്ല. ആ കിട്ടുന്നതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റണം. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.